ദേവിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രീചക്രത്തെക്കുറിച്ചും അദ്വൈത വേദാന്തത്തെക്കുറിച്ചും ആദിശങ്കരൻ്റെ ദർശനത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുകയും അവ തമ്മിലുള്ള ബന്ധം എന്തെന്ന് മനസ്സിലാക്കാനും 2-3 പ്രധാന ആശയങ്ങൾ എങ്ങനെ കുട്ടിക്കലർത്താമെന്ന് നോക്കാനും ആണ് എനിക്ക് തോന്നിയത്. അദ്വൈത വേദാന്തത്തിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ആദിശങ്കരാചാര്യ ഉപദേശിച്ച അദ്വൈത വേദാന്തത്തിൻ്റെ മുഖ്യ സന്ദേശം എന്ന് പറയുന്നത് ബ്രഹ്മം മാത്രമാണ് സത്യം. അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ, ലോകം മായയാണ്, ആത്മാവ് ബ്രഹ്മമാണ് എന്ന ഉപനിഷത്ത് വാക്യങ്ങൾ, ഞാൻ തന്നെയാണ് പരമസത്യം, അഹം ബ്രഹ്മാസ്മി എന്ന വാക്കാണ്. ശക്തിയുടെ ശക്തേയമായ ദർശനത്തിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ശക്ത പരമ്പരയിൽ ശക്തേയമായ ദേവിയുടെ പരമസത്യം എന്ന് പറയുന്നത് ദേവി തന്നെയാണ് സൃഷ്ടി, സംരക്ഷണം, ലയം എന്നാണ്. അപ്പോൾ ഈ ചിന്തകൾ അടിസ്ഥാന തത്വമായിട്ട് മനസ്സിലാക്കുമ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നതാണ് പരമസത്യം, പരമസത്യം എന്ന് പറയുന്നതാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്വൈതവും ശക്തേയവും തമ്മിലുള്ള സന്ധി ബന്ധം അല്ലെങ്കിൽ അവ തമ്മിലുള്ള അഭേദ്യമായ ഒരു തോന്നലുകളുടെ, ചിന്തകളുടെ ഒരു പാരസ്പര്യം അദ്വൈതത്തിൽ ബ്രഹ്മം എന്ന് പറയുന്നത് ചൈതന്യമായും ശക്തേയ ദർശനത്തിൽ ദേവി എന്ന് പറയുന്നത് ചൈതന്യ ശക്തിയായും, ഇത് 2 ആശയങ്ങൾ വിരുദ്ധമല്ല, പക്ഷെ അവ പരസ്പര പൂരകങ്ങളാണ്, ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അദ്വൈതവും ശക്തേയവും തമ്മിൽ വ്യത്യസ്തമായ ചിന്തകളല്ല. ബ്രഹ്മം എന്ന് പറയുന്നത് ചൈതന്യമാണെന്നും ചൈതന്യ ശക്തിയാണ് ദേവി എന്നും മനസ്സിലാക്കുമ്പോൾ ബ്രഹ്മമാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീചക്രത്തിൻ്റെ അദ്വൈതമായ അർത്ഥവും ഭാവവും, ശ്രീചക്ര ഒരു യന്ത്രമല്ല, ശ്രീചക്രം എന്ന് പറയുന്നത് ഒരു പ്രതിനിധീകരിക്കുന്ന ഒരു ഘടനയുടെ, പ്രപഞ്ചഘടനയുടെ, മനുഷ്യബോധഘടനയുടെ ഒരു ജോമെട്രിയാണ്, ഒരു ചിത്രമാണ്. അതിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തെക്കുറിച്ചുള്ള ഒരു ബോധമാണ്, ആത്മീയതയുടെ ഒരു ബോധമാണ്. ആത്മബോധവും ലോകബോധവും ഒന്നായിത്തീരുന്ന ഒരു സങ്കലനമായിട്ടുള്ള ഒരു വരയാണ്, ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ശ്രീചക്രമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ബിന്ദു എന്ന് പറയുന്നത് അദ്വൈതത്തിൻ്റെ പ്രതീകമായി, ശ്രീചക്രത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഏകസത്യത്തെയും ദ്വന്ദ്വമില്ലാത്ത ബോധത്തെയും അദ്വൈതത്തിൻ്റെ കാതലിനെയും ഈ അദ്വൈത വേദാന്തം പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്ന ദേവി എന്ന് പറയുന്ന പരാശക്തി എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് നമ്മൾ ബിന്ദുവിനെ ശ്രീചക്രത്തിൽ കാണാൻ സാധിക്കണം. ശങ്കരാചാര്യരുടെ ശ്രീവിദ്യാ ഉപാസന, ശങ്കരാചാര്യരുടെ ശക്ത ഉപാസകനായിരുന്നു എന്ന് നമുക്കറിയാം. ശിവശക്തി ആയുക്തോ എന്ന് പറയുന്ന സൗന്ദര്യലഹരിയും ആനന്ദലഹരിയും ഒക്കെ പറഞ്ഞിട്ടുള്ള ശങ്കരൻ ഉയർന്ന രീതികളിൽ നമുക്ക് അവതരിപ്പിച്ച ചിന്തകൾ ഈ 2 കൃതികളിലൂടെയും സൗന്ദര്യലഹരിയുടെയും ആനന്ദലഹരിയുടെയും ഉള്ളിലുള്ള ലഹരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗ്രന്ഥങ്ങളിൽ ശ്രീചക്രത്തിൻ്റെ മഹത്വം വളരെ കൃത്യമായിട്ട് വിശദീകരിക്കാൻ കാരണം തന്നെ ദേവീസങ്കല്പത്തിൻ്റെ ബിന്ദു എന്ന് പറയുന്നത്, സാരം എന്ന് പറയുന്നത്, ഏറ്റവും ഉള്ളിലുള്ള കാതൽ എന്ന് പറയുന്നത് ഈ സൗന്ദര്യലഹരിയിലും ആനന്ദലഹരിയിലും നമ്മളെ കാണിച്ചു തരുന്ന ദേവിയുടെ സങ്കല്പത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്, ആശയമെന്ന് പറയുന്നത് ശിവനും ശക്തിയും വേറെയല്ല എന്ന ഒരു വാക്കാണ്. അതാണ് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും എന്ന വാക്കിലൂടെ വന്നത്. ശക്തിയില്ലാതെ ശിവൻ പ്രവർത്തിക്കില്ല എന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ശിവനിലെ വള്ളിയായ ആ വള്ളിയില്ലാതായാൽ ശിവനില്ലാതായി ശവമായി മാറുന്നുവെന്ന് നമ്മൾ കാണുമ്പോൾ അദ്വൈതത്തിൻ്റെ അന്തിമ സന്ദേശം എന്ന് പറയുന്നത് ദ്വൈതമല്ല, ഒന്നാണ് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. ലോകം വ്യത്യസ്തമായി തോന്നുന്നുണ്ടെങ്കിലും 2 രൂപങ്ങളിൽ പുരുഷനും സ്ത്രീയും കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരേ ബോധത്തിൻ്റെ സങ്കലനമാണ്. രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഭഗവാനും ഈശ്വരനും എന്ന് പറയുന്ന ഒരു ഭാഗത്തും മനുഷ്യൻ എന്ന് പറയുന്ന രൂപം വേറൊരു ഭാഗത്തുമല്ല, ഇതെല്ലാം ഒന്നാണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ധ്യാനത്തിലൂടെ ശ്രീചക്ര ധ്യാനത്തിലൂടെ അധ്യയനത്തിലൂടെ അദ്വൈതമായ അർത്ഥം മനസ്സിലാക്കുന്ന ധ്യാനം മാത്രമല്ല, ധ്യാനത്തിലൂടെ
ശ്രീചക്രത്തിൻ്റെ ധ്യാനം ചെയ്യുന്ന സമയത്ത് പുറം ലോകത്തിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുവാനും മനസ്സ് ശാന്തമാക്കുവാനും ബോധം കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുവാനും അവസാനം ആത്മബോധം മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അനേക തിരകൾ പല രൂപത്തിൽ എല്ലാം കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് അലയുമ്പോഴും എല്ലാത്തിൻ്റെയും രൂപം എന്ന് പറയുന്നത് വെള്ളമാണെന്നും ആ വെള്ളം ആണ് ഈ തിരയൊക്കെയുണ്ടാക്കുന്നതെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന അദ്വൈത ബോധമാണ്, എല്ലാം ബ്രഹ്മമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കാഴ്ച നമുക്കുണ്ടാക്കി തരേണ്ടത്. ആ ഏറ്റവും നല്ലൊരു സന്ദേശം എന്ന് പറയുന്നത് ദർശനവും സന്ദേശവും. അദ്വൈതം എന്ന് പറയുന്നത് ബ്രഹ്മം മാത്രമാണ്, ശക്തേയം എന്ന് പറയുന്നത് ദേവിയാണ് ശക്തിയെന്നും ശ്രീചക്രം എന്ന് പറയുന്നത് ബോധത്തിൻ്റെ യാത്രയാണെന്നും മനസ്സിലാക്കിയാൽ ഈ ടേബിൾ ക്ലീനായി. ഇതാണ് നമ്മൾ അറിയേണ്ടത്. നന്ദി, നമസ്കാരം.